എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏതോ ആന മർദ്ദിക്കുന്ന ഒരു വീഡിയോ. ശരിക്കും അത് ഭയങ്കര അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നീര് നിൽക്കുന്ന ആനയ്ക്ക് ഒരു മരുന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ ആനക്കാരന് വേറെ എന്താ ഒരു മാർഗമുള്ളത്? അവന്റെ ജീവനായിട്ട് കാണുന്നു, അവന്റെ ജീവനം കൈ പിടിച്ച് നടക്കുന്ന ആന. ആ ആന അവൻ അങ്ങോട്ട് അനാവശ്യ തല്ലില്ല, അങ്ങനെ തല്ലുന്ന ആനക്കാരില്ല. ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു തൊഴിലാളി വിഭാഗം ആനക്കാരാണ്. അവരുടെ തൊഴിൽ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നേരെ തറയിൽ ചെന്ന് ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് തല്ലിയിട്ട് കാര്യമുണ്ടോ? അത് ആ സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത്. ഇപ്പൊ കാട്ടിലാണ് നാട്ടിൽ വന്നു ഇല്ലെങ്കിൽ ചെരിഞ്ഞു ഒക്കെ ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അതിനു വേണ്ടി ഈ പറയുന്ന ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. സർക്കാരിനോട് പറയണ്ടേ? നാട്ടാനകൾക്ക് മാത്രമല്ല, കാട്ടാനകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് നമ്മള് അരിക്കൊമ്പം കണ്ടതല്ലേ ഇവിടെ. ഈ നാട്ടിലുള്ള അമ്മമാരാ വിളിക്കുന്നത് മൊത്തം, മോനെ അവൻ ഓക്കെ അല്ലേ? കാര്യം പറയാം, ഇവരുടെ വിചാരം എനിക്കിതെല്ലാം അറിയാം, എന്റെ വായിൽ നിന്ന് ആർക്കൊമ്പന് കുഴപ്പമൊന്നും ഇല്ലാന്ന് കേട്ട സത്യം. നമ്മൾ മലയാളികള് ആ അമ്മ ആ ആന അച്ഛൻ പിന്നെ പഠിക്കുന്നു. ശരിയല്ലേ? ഈ എത്രയൊക്കെ വന്നാലും ഈ ആളുകൾ പഠിക്കാത്തത്. ഞാൻ ഇപ്പം ഹരിപ്പാട് സ്കന്ദൻ നമുക്കറിയാം, ഒരുപാട് കാലം കെട്ടിലിട്ട് ഞാൻ ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്തൊരു 10 സ്റ്റോറിക്കകത്തുള്ള ഒരെണ്ണം ഹരിപ്പാട് സ്കന്ദൻ. അന്ന് തലയിന്നരിക്കാൻ പാപ്പാനില്ല. എന്റെ ഒരു അനുഭവത്തിൽ ഹരിപ്പാട് സ്കന്ദനൊക്കെ വൈകിദർശനം എനിക്ക് ഇഷ്ടംപോലെ എടുത്തിട്ടുള്ള നടേശൻ പാപ്പാനൊക്കെ ഉള്ള കാലത്ത് ആന വന്ന് വൈകിദർശനം എടുത്തിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് വരെ എടുത്തിട്ടുണ്ട്. ഉദനാട് തിരുനെല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്ഷേത്രം തുറവൂർ എഴുന്നള്ളിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കുറെ കാലാന്തരത്തിലുള്ള മാറ്റങ്ങൾ ആനകൾക്ക് വന്ന് അതിന്റെ കുറച്ച് ചിട്ടകളുണ്ട്. ആ രീതിയിൽ വന്ന അങ്ങനെയുള്ള ആനകൾക്ക് അങ്ങനെയുള്ള ഒരു പരിപാലനം കൊടുക്കാനുള്ള ശ്രദ്ധ അത് എല്ലായിടത്തും. കുട്ടികളുടെ അതിലും പഴക്കമുള്ള കുട്ടികളൊക്കെ സൂപ്പറായിട്ട് പരിപാടി എടുക്കുന്നുണ്ട് കേരളത്തിൽ. ഇതേ കേരളത്തിൽ തന്നെ ഇതിലും ഒക്കെ ഒരുപാട് വർഷക്കാർ ആളുകൾ ഓടി നടന്ന് പരിപാടി എടുക്കുന്നുണ്ട്. അത് പരിപാലനത്തിന്റെ വ്യത്യാസം. കാരണം ചില കേസ് പാപ്പാനെ മാറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. അതെ, അതൊരു ചില കേസ് പാപ്പാനെ മാറ്റിയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അത് ആനകളുടെ സ്വഭാവം പോലെ ഇരിക്കും. ആനകൾ സ്ഥിരമായിട്ട് ആനക്കാരെ നിർത്തുന്ന ആനയുണ്ട്, വർഷം ആനക്കാരെ മാറ്റിക്കരുന്ന ആനയുണ്ട്. ചില ആനക്കാരുടെ പണി, അവരുടെ പണി ആനകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാറി കയറാനുള്ള രീതിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും പൊതുവായ ഒരു അഭിപ്രായത്തിൽ വർഷങ്ങളുള്ള ഒരു ആനയ്ക്ക് നിന്നാൽ ആനയെ മനസ്സിലാക്കി അതിൻ്റെ രീതികൾ മനസ്സിലാക്കി അതിൻ്റെ ചിട്ടവട്ടം കറക്റ്റാക്കി കൊണ്ടുവന്ന വലിയ കുഴപ്പമില്ലാണ്ട് ഈ പ്രസ്ഥാനം പോകും. അത് നല്ലതാണ്. ഒരാളെ മാറിയ അത്രയും പ്രശ്നം ചട്ടം പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പൊ പലപ്പോഴും ഈ പല വീഡിയോകൾ ഇപ്പൊ തന്നെ ഒരു ആനയെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏതോ മർദ്ദിക്കുന്ന ഒരു വീഡിയോ. ശരിക്കും അത് ഭയങ്കര അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് നീര് നിൽക്കുന്ന ആനയ്ക്ക് ഒരു മരുന്ന് വെച്ച് കൊടുക്കണമെങ്കിൽ ആനക്കാരന് വേറെ എന്താ ഒരു മാർഗമുള്ളത്? മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ മുറിവിൽ ചങ്ങലപ്പാടുണ്ട്. ചങ്ങല കിടക്കുന്ന പാടിൽ ഇപ്പൊ മനുഷ്യന്റെ കൈ, നമ്മുടെ കൈ മുറിഞ്ഞു, എക്സാമ്പിൾ കൈ മുറിഞ്ഞു, നമുക്ക് മരുന്ന് വെക്കാണ്ട് ആ സാധനം മാറ്റാൻ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ കാലാന്തരത്തിൽ കുറേ കാലം മാറുമായിരിക്കും. പക്ഷെ ഇത് നീരുകാലത്ത് നിൽക്കുന്ന ആന, മതപ്പാടിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ആനയെ അതിന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ആ ആനക്കാരന്റെ തൊഴിൽ, അവന്റെ തൊഴിലത്, ആ തൊഴിൽ അവൻ ചെയ്യുമ്പോൾ അതിനെ ഒളിച്ചും പാത്തും അത് ഒരു പ്രശ്നമാക്കി കാണിക്കാന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ കാര്യം. ഒന്നും അറിയാത്ത കുറെ കപട ആന സ്നേഹികൾ ഇവര് വിചാരം ആന തല്ലാണ്. ഒരു ആനക്കാരന് അവന്റെ ജീവനായിട്ട് കാണുന്നത്, അവന്റെ ജീവിതം കൈ പിടിച്ച് നടക്കുന്ന ആനയാണ്. ആ ആന അവൻ അങ്ങോട്ട് അനാവശ്യ തല്ലില്ല, അങ്ങനെ തല്ലുന്ന ആനക്കാരില്ല. അവർക്ക് ആനയുടെ പരിപാലനം അതാണ്, ആനയുടെ രീതി അതാണ്. ആ രീതിക്ക് അവരത് ചെയ്യും. അതിനകത്ത് ഇപ്പൊ നമ്മുടെ ഇടപെടുന്ന പ്രശ്നം അതിൽ പറയുകയാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യർക്ക് പല സ്വഭാവമുണ്ട്. നമ്മളെ 3 പേർക്ക് 3 സ്വഭാവമായിരിക്കും. അപ്പോൾ അതറിയുന്നത് അത് കൂടെ നിൽക്കുന്നവർക്കേ അറിയുള്ളൂ. കൂടെ എപ്പോഴും സന്തത സഹചാരിയോ വൈഫോ അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ടോ അവർക്കേ മനസ്സിലാവുള്ളൂ. എൻ്റെ മുഖം മാറിയാൽ ഇല്ലെങ്കിൽ എൻ്റെ ടോൺ മാറിയാൽ എന്താണ് പ്രശ്നം. അത് ആനക്കാരനറിയാം. ഇപ്പോൾ ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ അവൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, നടക്കിട്ട് 2 കൊടുക്കും, ഒച്ച വയ്ക്കുക. അപ്പൊ നമ്മൾ ആബ്സെന്റ് മൈൻഡിലേക്ക് പോകുമ്പോഴായിരിക്കും ആ ഒരു ഒറ്റ വിളിയിൽ ആന തിരിച്ചു വരിക, ആനക്കാരന്റെ കൺട്രോളിലേക്ക് വരിക. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ജനങ്ങൾ ചിലപ്പോൾ ഇയാളെന്ന് വെറുതെ നിൽക്കണം, ആന എങ്ങനെയാ കാണിക്കുന്നത്, അയക്കറിയാം ആ സമയത്ത് അങ്ങനെ ചെയ്തില്ല, ചിലപ്പോൾ ആന അതിനും വലിയ പ്രശ്നം. ഇത് നേരെ മറിച്ച് ഇപ്പൊ എല്ലാരും മൊബൈൽ എടുത്ത് ഇങ്ങനെ നിൽക്കുന്ന കാരണം അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു തൊഴിലാളി വിഭാഗം ആനക്കാരാ.
അവരുടെ തൊഴിൽ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നേരെ തറി ചെന്ന് ഇല്ലെങ്കിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് തല്ലിയിട്ട് കാര്യമുണ്ടോ? അത് ആ സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യും. അതൊരു തൊഴിലിന്റെ വാഹനം. ഇപ്പൊ ഒരു നെട്ട് മുറുക്കേണ്ട നെട്ട് പിന്നീട് മുറുക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു വർഷോപ്പുകാരൻ ഒരു നെട്ട് ലൂസാ വണ്ടിയുടെ, ആ വണ്ടി ഓടിപ്പോയി അത് വീണ്ടും മുറുക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആളുകൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കാട്ടിക്കിടക്കുന്ന ആനയെ പൊളിച്ച് നാട്ടിൽ കൊണ്ട് കെട്ടി. അല്ല, ഈ ആനകളെ കാട്ടിക്കൊണ്ടുപോയാൽ കാട്ടിലുള്ള ആനകള് ഇതിനെ കുത്തിക്കൊല്ലും. ഇത് നാട്ടിലെ രീതിക്ക് വളർന്നാണ്. നാട്ടാന പരിപാലന മണ്ടൻ വർത്തമാനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. കപട മൃഗസ്നേഹം അതാണ് ശരിക്കും അതിനകത്ത്. ഇവരെ നാട്ടിലേക്ക് വിട്ടാ പോരെ, കാട്ടിലേക്ക് വിട്ടാ ഇതെനിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ കാട്ടി കിടക്കുന്ന ജീവികള് ദിനം പ്രതി ചെരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. വെള്ളമില്ല, പ്ലാസ്റ്റിക് തിന്ന ആന ചത്ത എത്രയോ. നമ്മൾ എത്ര വിശദമായിട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ആനയ്ക്ക് തീറ്റ വെട്ടി കൊടുക്കുന്നതൊക്കെ എത്ര കാര്യമായിട്ട് ചെയ്യുന്നു. ഈവൻ ഈ ആനയൂട്ടുകൾ പോലും ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആനയൂട്ടുകളൊക്കെ ആനയെ വലിയൊരു ആരാധനയോടെ കാണുന്നതിന്റെ ഭാഗമല്ലേ. പക്ഷെ കാട്ടിൽ ഉള്ള ആനകൾക്ക് തീറ്റയുടെ പ്രശ്നം, വെള്ളത്തിന്റെ പ്രശ്നം, ചില ആനകൾക്കൊക്കെ വരുന്ന രോഗങ്ങൾ. ഇപ്പോൾ റീസെന്റ് ഒരു ആന രോഗം ഐഡന്റിഫൈ ചെയ്ത് പോയിട്ടുള്ള ഒരു ആനയെ ഐഡന്റിഫൈ ഉണ്ട്. അതിനെ ട്രീറ്റ് ചെയ്യണ്ടേ? ഈ കേരളത്തില് നമുക്കുള്ളൊരു ട്രഡീഷൻ ഭയങ്കരമാണ്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ പറയുന്നത്. അല്ല, അതിനുവേണ്ടി ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇപ്പൊ കാട്ടിലാന നാട്ടിൽ വന്നു ഇല്ലെങ്കിൽ ചെരിഞ്ഞു ഒക്കെ ഒരുപാട് നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി പറയുന്ന ആൾക്കാരൊന്നും ചെയ്യുന്നില്ല. സർക്കാരിനോട് പറയണ്ടേ, വല്ല ഫോറസ്റ്റിനോട് പറയണ്ടേ, എന്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ. അതിന് പരിപാലിക്കുന്നുണ്ട് കുറെയൊക്കെ. അതിന്റെ അമ്മയാന തന്നെ അതിന് തീറ്റ വായിച്ചിട്ടുണ്ട്. കാൽപാദം വാർത്ത. ഈ റീസെന്റ് ഒരു ആനയെ പിടിച്ച് നമുക്ക് മസ്തകത്തിൽ മുറിവെണ്ണ ആന ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നാട്ടിലൊരു ആനയ്ക്ക് ഒരു പ്രശ്നം വന്നാലോ, ഡോക്ടറായി, ആനക്കാരായി, ആന പരിപാലകരായി, ആനപ്രേമികളായി. ഗണപതി മാത്രമല്ല, മഞ്ഞക്കൊമ്പൻ. അവിടെ കുറെ ആനകൾക്ക് കുറെ പേരുണ്ട്. ഈ ആനപ്രേമത്തില് നാട്ടാനകൾക്ക് മാത്രമല്ല, കാട്ടാനകൾക്ക് വേണ്ടിയിട്ട്, അതായത് അരിക്കൊമ്പൻ കണ്ടതല്ലേ, അരിക്കൊമ്പൻ ഒരു ഉദാഹരണം മാത്രം. ചക്കക്കൊമ്പൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ സിമന്റ് അവിടെ ഇറങ്ങുന്ന ഒരു ആനയുണ്ട്. അതിന് ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ്. ഈ നീരുകാലത്ത് ചെറിയ പടയപ്പ. പിന്നീട് അങ്ങനെ ചിന്നക്കനാലിലൊക്കെ ഇഷ്ടംപോലെ ആനകളുണ്ട്. ഇത് ആനപ്രേമം എന്ന് പറഞ്ഞാൽ എഴുന്നള്ളിപ്പ് പ്രേമം അല്ല. ഈ ആനപ്രേമം എന്ന് പറഞ്ഞാൽ അതിനൊരു ഈ അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ ഈ നവകേരള ന്യൂസിൽ ഒരുപാട് വീഡിയോകൾ അതിനെ ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ ഇവിടുന്ന് കണ്ണൂർ ഒരു ആവശ്യത്തിന് പോവാം. എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ ഒരാളുണ്ട്. ഞാൻ എറണാകുളം മുതൽ കണ്ണൂർ വരെ എത്തുന്നത് വരെ എനിക്ക് ഇങ്ങനെ കമ്പനി ഫോൺ എൻ്റെ ഇല്ല. കൂടുതൽ ഈ നാട്ടിലുള്ള അമ്മമാരാണ് വിളിക്കുന്നത് മൊത്തം, മോനെ അവൻ ഓക്കെ അല്ലേ കഴിയുന്നതല്ലേ. ഇവരുടെ വിചാരം എനിക്കിതെല്ലാം അറിയാം, എന്റെ വായിൽ നിന്ന് ആർക്കും കുഴപ്പമൊന്നും ഇല്ലാന്ന് കേട്ട സത്യം. ഞാൻ അത് കഴിഞ്ഞ് എന്നെ അവരുടെ വീട്ടിലെ കല്യാണമൊക്കെ വിളിച്ച അമ്മമാരുണ്ട്. അതായത് ഈ അരിക്കൊമ്പൻ ബന്ധത്തിൽ പരിചയപ്പെട്ടിട്ട് രോഹിത് മോനെ കല്യാണത്തിന് വരണം. നമ്മൾ മലയാളികള് ആ അമ്മ ആ ആന അച്ഛൻ പിന്നെ പഠിക്കുന്നു, ശരിയല്ലേ? ആളില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ. അല്ല, ഇപ്പൊ ആന കുറഞ്ഞു എന്ന് പറഞ്ഞു. ആന കുറയുന്നതിനേക്കായി വലിയൊരു പ്രശ്നം ഇതൊന്നും ഇനി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇത് കാണാനോ ഇനിയൊരു 15 വർഷം ഒത്തിരി ഒന്നും കാത്തിരിക്കണം. ആരെങ്കിലും ഉണ്ടാവോ? ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയൊക്കെ നോക്കിയാൽ എനിക്ക് തോന്നുന്നത് എല്ലാരും പറക്കുകയാണ്. എങ്കിലും ആനയോട് ഇപ്പൊ ഞാൻ ശരി ചേട്ടാ, എൻ്റെ ഒരു 3-4 കോടി രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ ആനയെ കിട്ടുമെന്നായിരിക്കും തിരക്കാൻ പോകാൻ, നല്ല ആനയെ കിട്ടാൻ പോകുന്നത്. അങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും. ഇത് അങ്ങനെ ഒന്നും എന്ന് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ല, ആന ഒരിക്കലും നിൽക്കില്ല. ആന നിൽക്കുന്നല്ല പറഞ്ഞേ, ആന വന്നിരിക്കും. വേണ്ടിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ജനത ഇവിടെ ഉണ്ട്. ആന വന്നിരിക്കും. അത് നമ്മൾ നമുക്കറിയാവുന്ന ഒരു ഡീറ്റെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോം ഉണ്ടല്ലോ, അതിലൊരു 3-4 കോളം അത് ടിക്ക് വീണാൽ മതി. അത് സർക്കാർ ടിക്ക് വീണാൽ മതി. അത് പുറത്തുനിന്ന് ആനകൾ വന്നിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഞാൻ ചോദിച്ചതല്ല, ഈ ആനകൾ വന്നാൽ ഇതിനൊക്കെ കാണാൻ അതിന്റെ മുന്നിൽ ഇനിയുള്ള കാലത്ത് ആളുണ്ടാകും. ഒരുപാട് കാലം നിൽക്കില്ല, ഇപ്പൊ തന്നെ മാറി തുടങ്ങി. നമ്മുടെ നാട്ടിലേക്കുള്ള ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാധനം തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ രീതി ഇതൊക്കെ, ഇവിടുത്തെ എന്നും മിണ്ടുമ്പോ സമരവും, ഇല്ലെങ്കിൽ മിണ്ടുമ്പോ ഓരോരോ പ്രതിഷേധങ്ങളും, ഇല്ലെങ്കിൽ മുടക്ക്. ഇപ്പം തിരുനാവായിൽ പ്രശ്നം ഉണ്ടായി. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നം മുടക്കാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 5 വർഷം ഈ ലാസ്റ്റ് 5 വർഷം ഇപ്പൊ ഈ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഇതുകൊണ്ടാണ്. അനാവശ്യമായ ഒരു സമരത്തിൽ ഒരു പുള്ളി ആഹ്വാനം കൊടുത്തില്ല. ബന്ദില്ലായിരുന്നു, ഹർത്താലില്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. തിരുനാവായയിലെ വിഷയം, തിരുനാവായയിൽ
എനിക്ക് നമ്മൾ ഇന്നലെ വാട്സാപ്പിൽ ചർച്ച ചെയ്ത വിഷയമാണ്. തിരുനാവായയിൽ ആരും അറിയാതെ പോയ ഒരു ആ സാധനം. പാല നിർമ്മാണത്തിന് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ആരും അറിയാതെ ഈ പരിപാടി നടന്നു പോയതായിരുന്നു. ഇപ്പം ജനങ്ങള്, ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പിന്നെ അതെല്ലാ വിഷയവും അങ്ങനെയല്ലേ. വേണ്ട വിധം പബ്ലിസിറ്റി വന്നു. എല്ലാ ഇടങ്ങളിൽ നിന്നും വണ്ടികൾ ബുക്ക് ചെയ്തേക്ക് അങ്ങോട്ടേക്ക്. ഇനി അതിന് സംഘാടകർക്ക് ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇന്നലെ എന്റെ അടുത്ത് നമ്മുടെ പയ്യന്മാര് പറഞ്ഞു, ഞാനൊരു ട്രാവലർ എടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് ചേട്ടാ, നേരത്തെ എടുത്താണെങ്കിൽ ഇപ്പൊ തിരുനാവായിക്ക് ട്രിപ്പ് ഇടായിരുന്നു, എല്ലാ ദിവസവും ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് അടിക്കായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു നല്ല വശം കൂടി ഉണ്ട്. അപ്പൊ ആനകൾ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണോ? ഉറപ്പാണ്. ആളുകൾ വരും, ആളുകൾ വരും. 101% ഉറപ്പ്. സർക്കാർ ചെറിയ കുറച്ച് കാര്യങ്ങളുടെ ആവാനേ ഉള്ളൂ. സ്ഥായിയായി നിൽക്കുന്ന സർക്കാരൊന്നും അല്ലല്ലോ ഒരിടത്തും. അധികാരം മാറും. അധികാരത്തിന്റെ പ്രശ്നമൊന്നും അല്ലത്. അത് അവിടുത്തെ DNA പണ്ടത്തെ പോലെ ഒരു ആള് കാട്ടിൽ കയറി കുറെ ആനക്കൂട്ടങ്ങളുമായിട്ട് വരുന്നു, ഒരു പിടിയാനായിട്ട് കാട്ടിലേക്ക് കയറുന്നു, അതെന്റെ മക്കളാന്ന് പറഞ്ഞ് കുറെ കുട്ടിയാനകളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പണ്ടൊക്കെ നടന്നുകൊണ്ടിരുന്നതെന്നാണ് അറിവ്. ഇപ്പൊ അത് നടക്കില്ല. ആ ആനയുടെ ആണോ ഈ കുട്ടികളുടെ DNA എല്ലാം ടെസ്റ്റ് ചെയ്ത് കറക്റ്റ്. നമ്മൾ വണ്ടി കച്ചവടം എങ്ങനെ ആയി ദുൽഖറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അതിന്റെ പ്രോപ്പർ ഓണർ ആരാണ്, ഓണർഷിപ്പ് അതുണ്ടെങ്കിൽ ആന അതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആന വരും. NOC ആയി കഴിഞ്ഞാൽ ആനകളൊന്നും ഇവിടുന്ന് ഒരു ആനകളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് ഇത് ഓൾ ഓവർ ഇന്ത്യ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന നിയമം അല്ലല്ലോ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൈമാറ്റം ചെയ്യാൻ. നമ്മൾക്ക് ഇവിടെ ആകെ ഇത്രയും കാര്യമായിട്ട് മൂന്നുകൂടി ഉണ്ടെങ്കിൽ എടുത്തു വെച്ചോ, ധൈര്യമായിട്ട് എടുത്തു വെച്ചോ. ഞാൻ വീട്ടിലെ അച്ഛനൊന്നും ഞാനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അതൊക്കെ വരും. അല്ല, ഞാൻ ഈ ഉത്സവത്തിനൊക്കെ കൊണ്ടുവന്ന ആനയെ കൊണ്ട് അപ്പുറത്തെ പുറമ്പിലൊക്കെ കിട്ടി ഇതൊക്കെ കണ്ടു കണ്ടിട്ടായിരിക്കും. കഴിഞ്ഞ മുമ്പത്തെ തിരുവോണ ബമ്പർ എടുത്ത് വെച്ച് ബമ്പർ അടിച്ച് എന്താ ചെയ്യുന്നത്? ഒരു ആനയെ മേടിക്കണം. അത് അഖില് പറയണ, അഖിൽ എപ്പോഴും പറയണം എല്ലാ കൊല്ലം ബമ്പർ എടുക്കുക പറയും. നമുക്ക് ആന എടുക്കാതെ. അല്ല, ഞാൻ സത്യം പറഞ്ഞ ബമ്പർ അടിച്ചാണ്. നമ്മുടെ തലച്ചിറ റോസ്ലി എന്ന് പറഞ്ഞ ആനയുണ്ടല്ലോ, സജാദ്. നമ്മൾ അതിലെ കൂടെ മുന്നിലൂടെ ഒക്കെ പോകുമ്പോഴും സജാദ് ആനയെ കേട്ട് സജാദ് മുന്നേ പോകുന്ന ഇവിടെ പുറകെ പോകുന്നത് കാണുമ്പോൾ ഞാൻ കേട്ടോ സജാദ് വന്നത് മേടിക്കണമല്ലോടാ, ഇപ്പൊ കൊണ്ട് ചെല്ലു ഇപ്പൊ മേടിക്കാം എന്നാവും പറയും. പിടിയാനകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല പിടിയാനകളൊക്കെ ഉണ്ട് കേരളത്തില്. ഒരു ആന മേടിക്കാൻ നമുക്ക് അങ്ങനെ ഡിപ്പെൻസ്. അതിന്റെ വലിപ്പവും അതിന്റെ ചെറുപ്പവും എത്ര രൂപയുണ്ടെങ്കിലും ആന മേടിക്കാം. എനിക്കറിയില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ എങ്കിലും ഒരു 50-60 ലക്ഷത്തിനൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. 1 കോടി രൂപയ്ക്ക് കാറ് മേടിക്കുന്നു ആളുകളോട്. EMI ഉള്ള നാട്ടിൽ എന്താ പ്രശ്നം? ആന മേടിക്കാൻ EMI കിട്ടത്തില്ല. പറയാൻ പറ്റില്ല. കാലം മാറും. ആന മേടിക്കുന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് അതിന് EMI ആക്കിയ ആന മേടിക്കാൻ ലോൺ കൊടുത്ത സർക്കാരുണ്ട് ഇവിടെ കേരളം. ബാങ്ക് ഉണ്ട് അവിടെ. ആന മേടിക്കാൻ ലോൺ കൊടുത്ത ബാങ്ക് ഉണ്ട്. അല്ല, അത് വെച്ച് സിനിമയും വന്നിട്ടുണ്ടല്ലോ ഇന്നസെന്റിന്റെ. സർക്കാർ ലോൺ ആനയെ മാറ്റി നിർത്തി നമുക്ക് മലയാളത്തിന് ആനയും ഉത്സവവും മേളവും പൂരവും ഇതൊന്നും ഇല്ലെങ്കിൽ മലയാളി അതൊക്കെ അടർത്തി മാറ്റിയാ ഇല്ല. പക്ഷെ നല്ല പണിക്കാരെ കിട്ടുമോ ചേട്ടാ കുറെ കാലം കഴിയുമ്പോ? ഉണ്ടാക്കി എടുക്കണം. അത് ഡിപ്പെൻസാ. കാര്യം അത് എപ്പോഴും പണ്ടത്തെ കാലത്തും ആൾക്കാർ ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ കാലം കഴിഞ്ഞ് ഇനി ആരാന്നുള്ളത്.